പടം പറ. അല്ല, നമ്മളിതൊക്കെ കേട്ടതൊക്കെ സത്യമാണോ? അല്ല, റിവ്യൂല് വരുന്ന പടം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഹൈപ്പ് പോയിട്ട് ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് എങ്ങനെയുണ്ട്? അടിപൊളി പടമാണ്. ആദ്യം മുതൽ അവസാനം വരെ ത്രില്ലടിപ്പിക്കോ? ആളുകൾ എങ്ങനെ രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടോ? ഉണ്ട്, തകർക്കും. അത് ഇത് ഈ മലയാളത്തിൽ നിന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏറ്റവും നല്ലൊരു സിനിമ തന്നെയാണിത്. പോകാൻ സിനിമ 1000 കോടി അടിക്കോ? അതറിയില്ല. എന്നാ പടം എങ്ങനെ ഉണ്ടെന്നാ? സൂപ്പർ അല്ലേ? ഇതുപോലൊരു സാധനം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ മലയാളത്തില്? ഉണ്ടായിട്ടില്ല. മലയാളത്തിന്റെ മഹാനടൻ യങ് സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജും കൂടിച്ചേർന്നുണ്ടാക്കിയിട്ടുള്ള എമ്പുരാൻ ലൂസിഫറിന്റെ 2ാം ഭാഗം. ഈ സിനിമ ഒരു തീക്കാറ്റായിട്ട് ലോകം മുഴുവൻ ആഞ്ഞടിക്കുമെന്നുള്ള സൂചനകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മലയാള ഫിലിം ഇൻഡസ്ട്രി ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ആധുനിക സാങ്കേതികത്വം നിറഞ്ഞു നിൽക്കുന്ന അതിഭയങ്കരമായ ഹോളിവുഡ് സ്റ്റൈലിലുള്ള ഫ്രെയിമുകളാണ് ഈ സിനിമയിലുള്ളതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇതുപോലൊരു സിനിമ ഇതിനു മുമ്പ് മലയാള ഫിലിമിൽ ഇറങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിന്റെ ഓരോ രംഗങ്ങളും ഏതൊരു ഹോളിവുഡ് മൂവിയോടും കിടപിടിക്കുന്ന രീതിയിലാണ് സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരം. സിനിമ കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫ് ആദ്യത്തെ ഷോ കഴിഞ്ഞ് രാധാ തിയേറ്ററിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുള്ള ആളുകളുടെ റെസ്പോൺസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്തരമൊരു മഹത്തായിട്ടുള്ള ഒരു മൂവി മലയാള ഫിലിം ഇൻഡസ്ട്രിയെ കൈപിടിച്ചുയർത്താൻ കഴിവുള്ള മൂവിയാണ് എമ്പുരാൻ എന്നുള്ള രീതിയിലുള്ള റെസ്പോൺസുകൾ പല ഭാഗത്തുനിന്നും വന്നുകൊണ്ടിരിക്കുന്നു. 1000 കോടിയിലേക്ക് കടക്കുന്ന മലയാളത്തിലെ ആദ്യ ചിത്രമായ ആവാം എമ്പുരാൻ എന്നുള്ള രീതിയിലുള്ള പിന്നെ അഭിപ്രായങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. സിനിമ കണ്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരാൾക്ക് പോലും ഒരു നെഗറ്റീവും പറയാനില്ല എന്നുള്ളതാണ് എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്. രാധാ തിയേറ്ററിൽ 2ാമത്തെ ഷോയും ഹൗസ്ഫുള്ളാണ്. 3ാമത്തെയും 4ാമത്തെയും ഷോയും എല്ലാ ഷോകളും ടിക്കറ്റ് കംപ്ലീറ്റ് ഫുള്ളാണ്. വന്നിട്ടുള്ള കണക്കിന് ആയിരക്കണക്കിന് ആരാധകർ എല്ലാവരും ചേർന്ന് കേരളമാകെ ഇന്ത്യയാകെ റിലീസ് ചെയ്ത എല്ലാ സ്റ്റേഷനുകളും ഒരു ഉത്സവ പറമ്പാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള അത്യുച്ചലം ത്രില്ലറുകളെല്ലാം കവച്ചു വെക്കുന്ന രീതിയിലുള്ള മേക്കിംഗ് ആണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ മുരളിയുടെ തിരക്കഥ, ഇതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അതിഭയങ്കരമായിട്ടുള്ള കെട്ടുറപ്പുള്ള നല്ല ഇരുത്തം വന്ന ഒരു തിരക്കഥാകൃത്തിന്റെ വരികൾ, അതിൽ കൊടുക്കുന്ന നട്ടലിലെ പിൻബലമെന്ന് പറയുന്ന എമ്പുരാന്റെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായിട്ട് പറയുന്നു. എന്തായാലും L2E അതിഭയങ്കരമായൊരു ഹിറ്റായി മാറിയിരിക്കും. മലയാളത്തിന്റെ മഹാനടൻ, മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന്റെ എമ്പുരാൻ അതിഭയങ്കരമായിട്ടുള്ള ഒരു ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളം മുഴുവൻ തീ കൊടുത്തിരിക്കുകയാണ്. കേരളത്തിലുള്ള കൊച്ചു ബോംബ് ഇന്ത്യയാകെ ആളിപ്പടർന്ന് ലോകമാകെ കത്തിജ്വലിക്കുമെന്നുള്ള 100% ഉറപ്പാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ചരിത്രമുറങ്ങുന്ന കോഴിക്കോട് മിഠായി തെരുവിന്റെ ഹൃദയഭാഗത്തുള്ള രാധാ തിയേറ്ററിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലത്തെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് പോയിട്ടുള്ള ആളുകൾ എല്ലാവരോടും നമ്മൾ അഭിപ്രായം ചോദിച്ചു. പടം എങ്ങനെയുണ്ട്, സിനിമ എങ്ങനെയുണ്ട്? 100% നല്ല അഭിപ്രായം മാത്രമാണ്. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആയതുകൊണ്ട് കുറച്ചും കൂടി കഴിയുമ്പോഴത്തേനും 9:45 സിനിമ, ഒരു 10-15 മിനിറ്റും കൂടി കഴിയുമ്പോഴത്തേനും ഇവിടെ മുഴുവൻ ജനസാഗരമായിരിക്കും. കാരണം എല്ലാം ഓൺലൈൻ ബുക്കിംഗ് ആണ്, എല്ലാ ടിക്കറ്റും ഫുള്ളാണ്. അപ്പോ അസന പടം എങ്ങനെയുണ്ട്? ഇതുപോലൊരു സിനിമ ഇതിനു മുമ്പ് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല. അത് ലെജൻഡുകൾ ഒരുമിച്ച മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം. കഴിവുള്ളൊരു മഹത്തായൊരു നടൻ, നല്ല കഴിവുള്ള ഒരു സംവിധായകൻ, നല്ലൊരു എഴുത്തുകാരൻ, അതിന് പിൻബലമായിട്ട് പ്രൊഡ്യൂസേഴ്സും വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തയ്യാറാക്കിയിട്ടുള്ള മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി വന്നിട്ടുള്ള സിനിമയുടെ തത്വശാസ്ത്രങ്ങൾ മുഴുവൻ അരച്ചു കലക്കി കുടിച്ച ഒരു ഡയറക്ടറും ഒരു എഴുത്തുകാരനും അഭിനയ പ്രതിഭ മോഹൻലാലും കൂടി ചേർന്നപ്പോൾ ഉണ്ടായത് ഒരു അത്ഭുതമാണ്. ആ അത്ഭുതമാണ് ഇന്ന് തിയേറ്ററുകളിൽ ഉണ്ട് വിളയാടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തിയേറ്ററിൽ കൊല്ലമാസമായി പ്രദർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ അത്ഭുതത്തിന്റെ പേരാണ് എമ്പുരാൻ. നമുക്ക് കാണാം. നമസ്കാരം. ഇന്ന് നമ്മൾ രാവിലെ എമ്പുരാൻ കണ്ടു. എമ്പുരാൻ സിനിമ കണ്ടപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ ലോകമാകെ തന്നെ എമ്പുരാൻ മൂവി ഓടിക്കൊണ്ടിരിക്കുകയാണ്.
എമ്പുരാൻ സിനിമ കണ്ടപ്പം എനിക്ക് ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. ഞാൻ ഈ എമ്പുരാനെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്ന് സിനിമ റിലീസാണ്. ഇതിവിടെ ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഈ സിനിമയുടെ ഫസ്റ്റ് ദിവസം തന്നെ അതിൻ്റെ നെഗറ്റീവ് പറയാന്ന് പറയുന്നത് ഒരു നല്ല പരിപാടിയല്ല, ഇൻഡസ്ട്രിക്ക് ഗുണകരമല്ല. അത് വെറും സാമ്പത്തികം മാത്രം, അതല്ലെങ്കിൽ ആരെയൊക്കെ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എമ്പുരാൻ എന്ന സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട എമ്പുരാൻ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തുള്ള സിനിമയാണ്. കാരണം ആ സിനിമയിലെ ഷോട്ടുകൾ, ആ സിനിമയിലെ പിന്നെ ടെറൈൻ അതല്ലെങ്കിൽ അതിൻ്റെ പിന്നെന്താ പറയുക, അതിൻ്റെ ഒരു മൂഡ് അത് ക്രിയേറ്റ് ചെയ്തു തരാൻ അതിൻ്റെ ഡയറക്ടർക്കും മോഹൻലാലിനും പൃഥ്വിരാജിനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ഷൻ പറ്റിയിട്ടുണ്ട്. അതല്ലെങ്കിൽ അതിൻ്റെ റൈറ്റർക്ക് നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഈ എമ്പുരാൻ എന്ന സിനിമ അതിൻ്റെ ഇടയ്ക്കുള്ള കുറേ കഥകൾ പറഞ്ഞു പോകുന്ന, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന, അബ്രഹാം ഖുറേഷിയെക്കുറിച്ച് പറയുന്ന, അദ്ദേഹം നിൽക്കുന്ന സ്ഥലം, അദ്ദേഹത്തിൻ്റെ പൊസിഷൻ, അദ്ദേഹം ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ പറയുന്ന, കേരളവുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന, അദ്ദേഹത്തിൻ്റെ മേഖലകളുമായി കണക്ട് ചെയ്യുന്ന, ഇൻ്റർനാഷണൽ ലെവലിൽ അദ്ദേഹത്തിൻ്റെ ഈ ഇബ്രാഹിം ഖുറേഷിയുടെ പിന്നെ ലിങ്കുകളെയൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു സംഗതി നമുക്ക് ഉണ്ടാക്കി തരുന്ന സിനിമയാണ്. യഥാർത്ഥത്തിൽ ഈ ലൂസിഫറും എമ്പുരാനും ഒന്നുമല്ല ഇതിൻ്റെ യഥാർത്ഥ സാധനം എന്ന് പറയുന്നത് റിയൽ 3 ആണ്. ലൂസിഫർ 3 വരുമ്പം ഈ കാഴ്ചപ്പാടുകളൊക്കെ മാറും. അപ്പോൾ നമ്മൾ വീണ്ടും ഈ എമ്പുരാനും കാണും, ലൂസിഫറും കാണും. ഞാൻ പറയാം, സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സീൻ നമ്മൾ ആലോചിക്കുമ്പം, അതല്ലെങ്കിൽ ഒരു പ്രത്യേക സീനുകളെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഒന്നും കൂടി കാണാൻ തോന്നുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള സീനുകൾ നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടില്ല. ഇത് വെറുതെ ഒരു മോഹൻലാൽ ഫാനായതുകൊണ്ട് പറയുന്നതോ ഒന്നുമല്ല. അതിൻ്റെ ക്രിയേറ്റിവിറ്റി അത് നമ്മൾ അംഗീകരിച്ച് മതിയാവും. പിന്നെ ഒരു സിനിമ, ആ സിനിമയെക്കുറിച്ച് പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലുള്ള ഒരാൾ അണ്ടർവേൾഡ് പിന്നെ ഒരു എന്താ പറയുക ക്യാരക്ടർ, അല്ലെങ്കിൽ പിടുത്തം കിട്ടാത്തൊരു ക്യാരക്ടർ, ദുരൂഹതയുള്ളൊരു കഥാപാത്രത്തെയൊക്കെ അവതരിപ്പിക്കുമ്പോൾ മലയാളികളായിട്ടുള്ള നമ്മൾ ഒരുപാട് ഹൈപ്പ് സൂക്ഷിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഓരോ ആളുകൾക്കും ഓരോ രീതിയിലായിരിക്കും ഈ എമ്പുരാൻ ആരായിരിക്കും, പിന്നെ മോഹൻലാലിൻ്റെ കഥാപാത്രം ആരാണ്, വില്ലൻ എന്താണ്, അത് ഏതാണ് ഇത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടാണ് നമ്മൾ പോവുക. പക്ഷെ സിനിമ കാണുമ്പം നമ്മളൊന്നും വിചാരിച്ച സാധനങ്ങളായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് വരിക. പക്ഷേ എമ്പുരാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ കൊടുത്ത പൈസയ്ക്കുള്ള മുതൽ സിനിമയിലുണ്ട്. പിന്നെയും നമ്മൾ കൂടുതൽ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ്, ആധികാരികമായി ആ സിനിമയുടെ റിവ്യൂ ഒക്കെ പറഞ്ഞ് അതിൻ്റെ നെഗറ്റീവ് കുറേ കാര്യം, ഏത് സിനിമയിലുണ്ടാവും നെഗറ്റീവ് ചെറിയ രീതിയിലൊക്കെ. ഇത് ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്. പ്രേക്ഷകരെ സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, നോർമലി ടിക്കറ്റ് എടുത്ത് കാണുന്ന ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം കൊടുക്കുന്ന പൈസയ്ക്ക് ഉള്ള മുതൽ കിട്ടുന്ന സിനിമ തന്നെയാണ് എമ്പുരാൻ. ഇതിലിപ്പം കൂടുതൽ പറഞ്ഞാൽ അതിൽ കുറേ സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ മലയാളത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത സീനുകളാണ് ആ സീനുകളൊക്കെ. പൊളിറ്റിക്സ് നല്ല രീതിയിൽ രാഷ്ട്രീയക്കാരെ വാരുന്നുണ്ട്. ഇന്ത്യയിൽ നടക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിദേശ ശക്തികൾ, അതല്ലെങ്കിൽ മാഫിയകൾ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ, സംസ്ഥാനങ്ങളിലൊക്കെ നടപ്പിലാക്കുന്ന ചില എന്താ പറയുക ഇല്ലീഗൽ ബിസിനസ്സുകൾ, രാഷ്ട്രീയത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഭരണകൂടങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന പല സംഗതികളേക്ക് നേരെയും ഈ സിനിമ വിരൽ ചൂണ്ടുന്നുണ്ട്. നല്ലൊരു അനുഭവമായിട്ടാണ് എനിക്ക് എമ്പുരാൻ അനുഭവപ്പെട്ടത്. എല്ലാവരും എമ്പുരാൻ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. തിയേറ്ററിൽ പോയി കാണുമ്പം അതിൻ്റെ ഒരു സൗണ്ട് എഫക്റ്റും അതിൻ്റെ പിന്നെ പ്രസൻസും ഒക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ വളരെ മനോഹരമാണ്. ഇഷ്ടപ്പെടുന്ന എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ സിനിമയ്ക്ക് ഒരു നമ്മൾ തന്ന 100% 100%
അവർ തന്ന ഹൈപ്പിനോട് പിന്നെ നീതി പുലർത്താൻ പറ്റിയില്ല എങ്കിലും നമുക്കൊരു 92%, ഒരു 93% നമുക്ക് മാർക്ക് കൊടുക്കാം 100-ൽ. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് പൃഥ്വിരാജിനോട് ഡയറക്ടറോട് പറയാനുള്ളത്, ആകെ എനിക്കൊരു അപാകത തോന്നിയ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മളെ ഈ കേരളവുമായി ബന്ധപ്പെട്ട മലയാളി, ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യൻ രാഷ്ട്രീയക്കാർ, മലയാളിത്തെ കുറിച്ചൊക്കെ പറയുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ഒരു ഇത് തോന്നിയ, അതല്ലാതെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നല്ല മനോഹരമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിലെ 1-2 സീനുകൾ മാത്രം മതി പൈസ മുതലാവാൻ. പടം മോശമില്ല, പടം എന്തായാലും കാണാം. കൊടുക്കുന്ന പൈസയ്ക്കുള്ള വർത്തുണ്ട്. പറയുന്ന നെഗറ്റീവ് എനർജി പിന്നെ റിവ്യൂസൊന്നും ശരിയായിട്ടുള്ള റിവ്യൂസ് അല്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. നമുക്ക് കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ് എമ്പുരാൻ. മാത്രമല്ല ഞാൻ പിന്നെ എമ്പുരാനേക്കാൾ കൂടുതൽ പ്രതീക്ഷ കൊടുക്കുന്നത് ലൂസിഫർ 3-ക്കാണ്. അതിലൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ഗ്യാങ്ങും ഈ അബ്രഹാം ഖുറേഷിയുടെ ഗ്യാങ്ങും ഞാൻ ഇതിൽ പ്രതീക്ഷിച്ചാണ്, പക്ഷേ ഇതിൽ വന്നില്ല. പക്ഷെ അത് വരും. ഇൻ്റർനാഷണൽ ലെവലിൽ പിന്നെ മദ്യം, മയക്കുമരുന്ന്, ആയുധ കച്ചവടം, പിന്നെ അതേപോലെ റോബറി, അട്ടിമറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻ്റർനാഷണൽ ലെവലിൽ ചെയ്യുന്ന ഒരു ഗ്യാങ്ങുമായിട്ട് അബ്രഹാം ഖുറേഷിയുടെ ഗ്യാങ് വാർ 100% ഉണ്ടാവും ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ഇതിലില്ല. അത് ലൂസിഫർ 3-ൽ തീർച്ചയായിട്ടും വരും. അപ്പം അത് ഒരു വലിയ സംഭവം തന്നെ ആയിരിക്കും. 100% നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയാണ് വരുന്നതെങ്കിൽ ഇന്ന് മലയാള സിനിമയിൽ ഇതുവരെ ആരും ചെയ്യാത്തൊരു പുതിയ സാധനം വരുന്നുണ്ട്. എമ്പുരാൻ 3 കാത്തിരിക്കാം. എമ്പുരാൻ 2 എല്ലാവരും കാണാം. ലൂസിഫർ 1 ലൂസിഫർ കാണാം. ലൂസിഫർ 2 എമ്പുരാൻ കാണാം. ഇനി വരാൻ വേണ്ടി പോകുന്ന ലൂസിഫർ 3 കാണാൻ തയ്യാറെടുക്കുക. ഈ 3 സിനിമകളും കൂടി വരുമ്പോൾ മാത്രമേ ഇത് പൂർത്തിയാവുള്ളൂ ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, ബൈ ബൈ. എല്ലാവരും സിനിമ കാണണം. സിനിമ അത്ര മോശപ്പെട്ട സിനിമയൊന്നും അല്ല.